നമ്മുടെ കൊച്ചി എയർപോർട്ടിലേക്ക് പോകുന്നവരുണ്ട്. നമ്മുടെ തിരുവല്ല, ചങ്ങനാശ്ശേരി, കോട്ടയം സൈഡിൽ നിന്നൊക്കെ, ചെങ്ങന്നൂർ നിന്നൊക്കെ കൊച്ചി എയർപോർട്ടിലേക്ക് പോകുമ്പോൾ MC റോഡ് വഴിയാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും പകലാണ് വരുന്നതെങ്കിൽ, അതായത് രാവിലെ 7 മണിക്ക് ശേഷവും ഒരു വൈകിട്ട് 7 മണി വരെയുള്ള സമയത്ത് MC റോഡ് വഴി വരുവാണെങ്കിൽ നിങ്ങൾ കാലടി പാലത്തിൽ സ്റ്റക്കാകും. ഉറപ്പായിട്ടും കാലടി പാലത്തിൽ സ്റ്റക്കാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ നല്ല തിരക്ക് ഉണ്ട്. തിരക്കുള്ള സ്ഥലം തന്നെയാണ്, തിരക്ക് അനുഭവപ്പെടും. അപ്പോൾ അതുകൊണ്ട് തിരക്കെന്ന് പറഞ്ഞാൽ ഏകദേശം അരമുക്കാൽ മണിക്കൂർ, ഒരു 45-50 മിനിറ്റ് ആ ഒരു ഇതിനകത്ത്, ബ്ലോക്കിനകത്ത് നിങ്ങൾ പെട്ടുപോകും. അപ്പോൾ ഇപ്പോൾ തന്നെ ഞങ്ങൾ രാവിലെ ഈ സമയം, രാവിലെ എന്ന് പറയാം 12 മണി സമയത്ത്, നമുക്ക് 1 മണിക്കായിരുന്നു റിപ്പോർട്ട് ചെയ്യേണ്ടത്. നമ്മൾ രാവിലെ ഇറങ്ങിയതാണ്, 9 മണിക്ക് മുന്നേ ഇറങ്ങിയതാണ്, 8:30 ആയപ്പോൾ ഇറങ്ങിയതാണ്. എന്നിട്ടുകൂടി ഇപ്പോൾ കിടക്കുന്നേ ഉള്ളൂ ഇവിടെ. അപ്പോൾ അങ്ങനെ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതുവഴി വരാൻ നിങ്ങളുടെ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ആരെങ്കിലും എയർപോർട്ടിൽ നിന്ന് വിളിക്കാനോ എടുക്കാനോ ഒക്കെ വരുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഇതുവഴി ഈ കാലടി പാലത്തെ കയറാതെ നിങ്ങൾ ശ്രദ്ധിക്കണം. കാലടി പാലത്തിൽ കയറാതെ നിങ്ങൾക്ക് വരുവാനുള്ള മാർഗ്ഗമുണ്ട്. പക്ഷേ ഈ കാലടി പാലത്തെ തിരക്ക് ഞാനൊന്ന് കാണിക്കുകയാണിപ്പോൾ. അതിനുശേഷം അടുത്ത വേറൊരു വഴിയുണ്ട്, ഈസി വഴി ഉണ്ട്. അത് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കാം. ആ വീഡിയോയിൽ നിങ്ങൾക്ക് കണ്ടാൽ കാലടി പാലത്തിലെ തിരക്ക് ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾക്ക് എപ്രകാരം എയർപോർട്ടിലേക്ക് വരാം എന്നുള്ളത് അതിനകത്ത് ഞാൻ കാണിക്കും. ഇത് ഭയങ്കര അന്യായ തിരക്കാണ് കേട്ടോ. ഇവിടെ കിടന്നു പോകും. അതും ഒരു ഇതിൽ തന്നെ, ഒരു വേയിൽ തന്നെ 2-3 റോയിൽ വണ്ടി കിടക്കുക. ആകെ ഒരു ട്രാക്കേ ഉള്ളൂ, 3 ട്രാക്കിലൂടെ വണ്ടി ഓടുന്ന പോലെയാണ് ഇവിടെ. അപ്പോൾ തന്നെ അറിയാമല്ലോ, എതിരെ ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ അവിടെ സ്റ്റക്കായി പോകും. അപ്പോൾ അങ്ങനെ വലിയൊരു പ്രശ്നം ഈ വഴി വരുന്നവർക്കുണ്ട്. രാത്രിയിൽ അങ്ങനെ വലിയ പ്രശ്നം കാണത്തില്ല, രാത്രിയിലത്തെ യാത്ര അറിയത്തില്ല. ഇപ്പോൾ പകൽ വന്നതുകൊണ്ടാണ് ഇങ്ങനെ കണ്ട് മനസ്സിലാക്കിയത് ഇവിടെ സ്റ്റക്കായിപ്പോയി. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു കേട്ടിരുന്നു ഇത്ര സ്റ്റക്കുണ്ട്. പക്ഷേ ഇത് ഇച്ചിരി അന്യായമായിപ്പോയി. കൂടിയാലൊരു 10-15 മിനിറ്റൊക്കെ നമുക്ക് സഹിക്കാം. പക്ഷേ ഇതിപ്പം വേണ്ട 50-55 മിനിറ്റോളമായി ഇവിടെ തന്നെ കിടക്കുക. അപ്പോൾ ഇതുവഴി വരുന്നവരോ അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. കാരണം ഇങ്ങനെ ഒരു പ്രശ്നം ഇവിടെയുണ്ട്. ഇനിയും എയർപോർട്ടിൽ നിന്ന് തിരിച്ചു വരാനാണെങ്കിലും ഈ ഒരു പ്രതിസന്ധി തന്നെയുണ്ട് കേട്ടോ. എയർപോർട്ടിൽ നിന്ന് തിരിച്ചു വരാനാണെങ്കിലും ഇതുവഴി ഒഴിവാക്കി, ഈ വഴി ഒഴിവാക്കി വേറൊരു വഴി, അപ്പുറത്തൂടെ വല്ലം വഴി വേറൊരു വഴിയുണ്ട്. അപ്പോൾ അത് ഞാൻ കറക്റ്റായിട്ട് അടുത്ത വീഡിയോയിൽ ഇടുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ട് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ അത് നിങ്ങൾക്കറിയാൻ പറ്റും. കണ്ടില്ലേ, ഇവിടെ ഈ സത്യം പറഞ്ഞാൽ കാലടി പാലത്തിൻ്റെ പണി, പുതിയൊരു പാലം, നല്ല മനോഹരമായൊരു പാലം വരുവാണ്. ഇതുപോലെ തന്നെ ഈ പാലം പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സുഖമാണ്, സൂപ്പറാണ്. കാരണം ഒരു ദിവസം തന്നെ എന്തുമാത്രം വാഹനങ്ങൾ തെക്ക് വടക്ക് യാത്ര ചെയ്യുന്ന ഒരു മേഖല, ഒരു പാലമാണ്, ഒരു വഴിയാണ്. അപ്പോൾ അതുകൊണ്ട് നിരവധി വാഹനങ്ങൾ MC റോഡ് വഴി പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ വാഹനങ്ങളും പോകുമ്പോൾ പെട്ടെന്ന് പണി തീർക്കേണ്ടതാണ്. എന്തുകൊണ്ടോ കാലതാമസം നേരിടുന്നു. കുറേ നാളായി ഇതിൻ്റെ പണി തുടങ്ങിയിട്ട്. പണി തുടങ്ങിയാലൊക്കെ ആ ഒരു പണി അപ്പുറത്തൂടെ നടക്കും. പക്ഷേ ഇതല്ല, ഈ റോഡ് തന്നെ വെറും മോശമാണ്. വെറും മോശമെന്ന് പറഞ്ഞാൽ കുഴിയെന്ന് പറയാൻ പറ്റത്തില്ല, അതിനേക്കാൾ അപ്പുറമാണ്. നമ്മുടെ വാഹനങ്ങളെല്ലാം അവിടെ ഇടിച്ച് പറഞ്ഞ് നാശമായിട്ടേ പോകത്തുള്ളൂ. സസ്പെൻഷനൊക്കെ പോയിട്ട് അതുവഴി വണ്ടി യാത്ര. കാരണം പാലത്തെ കയറുന്ന 2 വശത്തും, കയറുന്ന ഭാഗവും ഇറങ്ങുന്ന ഭാഗവും, പാലത്തിൻ്റെ തുടക്കവും ഒടുക്കവും അതുപോലെ വലിയ കുഴി, അന്യായ കുഴിയാണ്. അപ്പോൾ അതിലെ വാഹനങ്ങൾ പോകുന്നതൊക്കെ അത് പെതിയാണ്. അപ്പോൾ അതാണ് ഈ വരുന്ന പ്രശ്നം. അതായത് ഈ കാലതാമസം ഇവിടെ ബ്ലോക്ക് ഉണ്ടാകാനുള്ള മെയിൻ കാര്യം ഇത് തന്നെയാണ്. അല്ല പണിയല്ല അതിൻ്റെ പ്രധാനം, പണി നടക്കുന്നതല്ല പ്രധാന കാരണം. പക്ഷേ ഈ പാലത്തിൽ ഇപ്പോൾ ഇത്രയും തിരക്കുണ്ടത് ഈ കുഴി കവർ ചെയ്ത് വാഹനങ്ങൾ എന്നാലും സ്പീഡിൽ പോകത്തില്ല. വലിയ വാഹനങ്ങളാണെങ്കിൽ, ലോറി, ടിപ്പർ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവർക്കങ്ങ് അടിച്ചു വിട്ട് പോകാം. പക്ഷേ ബാക്കി ചെറിയ വാഹനങ്ങൾ വന്നാൽ അത് ഇച്ചിരി പടിപ്പെട്ട് തന്നെയാണ് ഇതുവഴി പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇത്രയും ബ്ലോക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതുവഴി വരാൻ നോക്കുന്നവരോ ഇതുവഴി വരുന്നവരൊക്കെ അവിടെ ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ ഇച്ചിരി അല്പം കാലതാമസം നേരിടും കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. ഇതുവഴി വരുന്നവരുണ്ടെങ്കിൽ, ഇങ്ങനെ കൊച്ചി എയർപോർട്ടിലേക്കോ അല്ലെങ്കിൽ അങ്കമാലിക്കോ ഇവിടെ ഈ MC റോഡ് വഴി വേറെ എവിടെയൊക്കെ പോകാൻ ഉള്ളവർക്ക് ഈ ഒരു ഭാഗം മാത്രം ഒന്ന് സൂക്ഷിക്കാൻ പറയുക കേട്ടോ. ഓക്കെ, കുറച്ച് ഭാഗം കൂടി ഞാൻ കാണിച്ചു തരാം.